ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാട്ടോ. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും ഒക്കെയാണ് ഇങ്ങനെ യാത്രകളൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെ ഒരു യാത്ര പോവുക. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. സുഷേട്ടൻ വരുന്നില്ല, സുഷേട്ടന് വർക്കുണ്ട്. ഞാനും അമ്മയും അച്ചുവും ദേവൂട്ടനും കൂടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. ട്രിവാൻഡ്രം വരെ പോവാം. സൂയിലും ലുലു മാളിലും ഒക്കെ ഒന്ന് കയറി കറങ്ങിയിട്ട് വരാം. അപ്പോൾ ഞാൻ സൂയിൽ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത്. ലുലു മാളിൽ ഒരു തവണ നേരത്തെ പോയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ തവണയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ പോയി ഭയങ്കര തിരക്കായിരുന്നു രാവിലെ കേട്ടോ. അപ്പോൾ നിന്നുകൊണ്ട് കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഞങ്ങളിങ്ങനെ ഫോണിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വർക്കലൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് പിന്നെ ദേവൂട്ടൻ കുറേ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോഴത്തേക്കിനും പിന്നെ അവിടെ ലേഡീസിന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ടല്ലോ. അപ്പോൾ രാവിലത്തെ ഫുഡ് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ സൂവിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആ സൂ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ഭയങ്കര ഒരു എന്തോ സന്തോഷം. ഇനി എന്തോ ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. വെച്ചാൽ നമ്മൾ ആനിമൽ പ്ലാന്റിനകത്ത് മാത്രം കണ്ട കുറേ ജീവികൾ മൃഗങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അത് നേരിട്ട് കാണുമ്പോഴത്തേക്കിനും ഒരു ഭയങ്കര സന്തോഷം. എന്നാൽ അത് യാത്രകളൊക്കെ ചെയ്യാൻ കൊതിയാണ്. ഞങ്ങളങ്ങനെ ബസ്സിലൊന്നും പോകാൻ പറ്റാത്ത കുറേ ടീമുകളാണ് ഞങ്ങൾ എല്ലാവരും. കാരണം ഞങ്ങൾ വൊമിറ്റ് ചെയ്യുന്നതുകൊണ്ട് അപ്പം കൂടെ പോകുന്നവർക്കും ബുദ്ധിമുട്ടാവുമല്ലോ എന്നൊക്കെ വെച്ച് ആരെങ്കിലും വിളിച്ചാൽ തന്നെ നമ്മൾ കൂടെ പോകാറില്ല. അപ്പോൾ നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെയുള്ള ഇടത്തൊക്കെ പോകാറുള്ളൂ. അപ്പോൾ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ എങ്ങും പോകത്തില്ല. അപ്പോൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അഥവാ എങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കാറിലും ബസ്സിലും ഒക്കെ പോകണമെങ്കിൽ ഭയങ്കര ക്ഷീണമൊക്കെയാണ്. ട്രെയിനിൽ പോകുമ്പോൾ അങ്ങനെയുള്ള ഒരു കുഴപ്പങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിത് എങ്ങനെ പോയി. അന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. സൂയിലും ട്രെയിനിലും തിരക്കായിരുന്നു, സൂയിലും തിരക്കായിരുന്നു. അപ്പോൾ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ആദ്യമൊക്കെ ഭയങ്കര എനർജിയോടെ നടന്നു കേട്ടോ. പിന്നെ അങ്ങ് കുഴഞ്ഞ് ക്ഷീണിച്ച് ആകെപ്പാടെ നമ്മളൊരു പരുവമായി. അപ്പം നമുക്ക് സൂവിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം.
അങ്ങനെ നമ്മൾ സൂവിൽ നിന്ന് ഇറങ്ങി. ഇനി എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ഒരു പരുവായി അപ്പോഴേട്ടോ. പിന്നെ നമ്മൾ എന്നാലും വന്നതല്ലേ, എന്തായാലും ലുലു കൂടെ കയറിയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ലുലുവിൽ പോയി. അപ്പോൾ ദേ വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അവിടെയും തിരക്ക്, ഞങ്ങൾ എവിടെ ചെന്നാലും തിരക്ക്. ട്രെയിനിലും സൂയിലും ലുലു മാളിലും ഒക്കെ തിരക്ക്. എനിക്കൊന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെ. ദേവട്ടിനപ്പം എൻ്റെ ഒരു ഫോട്ടോ എടുക്കാവോ ഈ മരത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുത്തു. പക്ഷേ ഞാൻ എല്ലാം ഒന്നും എനിക്ക് ലുലു മാളിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞില്ലേ, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അമ്മയ്ക്ക് കാല് വയ്യ, ഒരു ശകലം പോലും നടക്കാൻ വയ്യ. സൂയിൽ കുറേ നടക്കാനുണ്ടായിരുന്നു. എത്ര കിലോമീറ്റർ അതിനകത്ത് നമ്മളൊക്കെ നടന്നെന്നുള്ളത് അറിയത്തില്ല. അതുപോലെ നടന്ന് കാഴ്ചകൾ കണ്ട് കണ്ട് നടക്കുമ്പോൾ നമുക്ക് അറിയുന്നില്ല നടന്നു പോകുന്നത്. അതുപോലെ ഇപ്പം കാലൊക്കെ ആണെങ്കിൽ അങ്ങ് ഭയങ്കര വേദന, അമ്മയ്ക്ക് വയ്യ എന്നുള്ളൊരു. അപ്പം അമ്മയെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പിന്നെ നമ്മൾ പോയി എല്ലാം പർച്ചേസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. പിന്നെന്തുവാ, നമ്മൾ ഒത്തിരി വാങ്ങിക്കാനും ഒന്നുമല്ല പോയത്, ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാമെന്നുള്ള ഒരു രീതിയിൽ നമ്മൾ പോയത്. അപ്പോൾ ഇത് മറ്റേ മീറ്റിൻ്റെയൊക്കെ സെക്ഷനായിരുന്നേ. പിന്നെ നമ്മളവിടെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടെ പോയി കഴിച്ച് അപ്പോഴത്തേക്കിനും ഒരു സമയമായി. തിരിച്ച് ഞങ്ങൾക്ക് 5:45 ട്രെയിനിന് ഇറങ്ങുകയും വേണം. അപ്പോൾ ദേവൂട്ടൻ ട്രോളി എന്നെയും കൂടെ അതൊക്കെ കയറ്റി ഇരുത്താവോ, ഞാൻ പറഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളെ കയറിയിരിക്കുന്നൊക്കെ പറയും. പിന്നെ ദേവൻ്റെ ആഗ്രഹമല്ലേ. അങ്ങനെ കയറിയിരുന്ന് ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു യാത്ര. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.